Hey, hello, hi. This is Lucky. മണിയിപ്പം രാത്രി 12:50 ചുമ്മാ രാത്രി മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് ആസിഫ് അലിയുടെ ഫോട്ടോ വാട്സപ്പിലും എൻ്റെ കസിൻസും എൻ്റെ എല്ലാവരും വാട്സപ്പിൽ ഫോട്ടോ വാട്സപ്പിൽ ഇട്ടിട്ട് ആസിഫ് അലി ഇഷ്ടം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്റ്. എന്തോന്ന് അവാർഡും എല്ലാം കിട്ടിയ ഞാൻ അങ്ങനെയാണ് ചോദിച്ചത്. അങ്ങനെ നേരെ യൂട്യൂബിൽ കയറി ഞാൻ നോക്കിയ സമയത്താണ് ഇല്ല അവാർഡ് കൊടുത്ത് പണി കിട്ടി സംഭവം. ഞാനത് നോക്കിയപ്പോഴത്തേക്കും പക്ക ഒരുമാതിരി ഇൻസൾട്ടെന്ന്. അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താ രമേശ് നാരായണൻ ആരോ ഏതൊക്കെയോ പടത്തിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആരൊക്കെ അറിഞ്ഞുകൂടാ, എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ അങ്ങേരെ ഇപ്പം ഇത്ര പേര് വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്തതാണ്, ഇത്ര പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്തതാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആസിഫ് അലിയുടെ അവാർഡ് ഇയാൾ വാങ്ങിക്കാത്തതുകൊണ്ട്. എനിക്ക് തോന്നുന്നു ഇയാൾ അത് ഒരു ഫെയിമിന് വേണ്ടി ചെയ്തതായിരിക്കുമെന്ന്. ശരിക്കും പറഞ്ഞാൽ അയാൾ ആരും അറിഞ്ഞുകൂടെന്ന് അയാൾക്ക് തന്നെ അറിയാം. അയാൾക്ക് അവാർഡ് ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ട അയാളുടെ എന്തോന്ന് ജയചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ നിന്ന് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. പക്ഷേ അതിന് പകരം ആസിഫ് അലിയുടെ കൊടുത്തു. പക്ഷെ രണ്ടുപേരും അവാർഡ് തരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അയാളെ വിളിച്ചു. അപ്പോൾ ആസിഫ് അലി ഡിസപ്പിയർ ആയി. ആസിഫ് അലി എടുത്തും പോയില്ല. അയാൾ മുഖത്ത് പോലും നോക്കിയില്ല. നമുക്കറിയാം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരല്ല, നമ്മൾ പൊട്ടന്മാരേ അല്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തോന്നൽ മാത്രമാണ്, മനസ്സിലായ. പിന്നെ അതിനുശേഷം ഇയാൾ ഈ റിപ്പോർട്ടർ ചാനലിൽ അവർ പിന്നെ എന്തോ ചോദിക്കുമ്പോഴത്തേക്ക് ഇയാൾ മാറ്റി പറയും. ഇല്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നുള്ള രീതിയിൽ, അതായത് ആസിഫ് അലി ബാക്കിലോട്ട് പോയത് കാണാത്തതായിരിക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അത് നിങ്ങൾ ആ ചാനലിലെടുത്ത് നോക്കി ഇൻ്റർവ്യൂ നോക്കിയാൽ മതി, മനസ്സിലാവും. അയാളുടെ ഇൻ്റർവ്യൂ ഉണ്ട്. അയാൾക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടട്ടെ, കുഴപ്പമില്ല. അയാൾ ഇൻ്റർവ്യൂ ഉണ്ട്, കാണണം. ആസിഫ് അലി ചിരിച്ചുകൊണ്ടാണ് മാറിയുന്നത്. ഹാറ്റ്സ് ഓഫ് ടു യു. അങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരാം, അല്ലെങ്കിൽ നമുക്ക് വിഷമം വരാം, നമുക്ക് ഇമോഷണൽ ആവാം. ആസിഫ് അലിക്ക് ശരിക്കും നല്ല വിഷമമായി കാണും. ബട്ട് എന്നാൽ ചിരിച്ചുകൊണ്ടാണ് അയാൾ മാറുന്നത്. അതിന് മറ്റേ ആൾ വരുമ്പോൾ അയാൾ അവാർഡ് വാങ്ങിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ ആസിഫ് അലി രണ്ടുപേരും കൂടെ അവാർഡ് തരുന്ന ഒരാൾ എന്തിങ്ങനെ ആസിഫ് അലി മറന്നു. അപ്പം എനിക്ക് മനസ്സിലാവില്ല, വല്ല ഓർമ്മശക്തി നഷ്ടപ്പെട്ട ആളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായിരിക്കും കാണും ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ചെയ്തത്. അതല്ലാന്ന് നിങ്ങൾക്ക് പറഞ്ഞ് വരുത്താനേ പറ്റുള്ളൂ. കാണുന്നവരൊക്കെ എന്താണെന്ന് അറിയാം. നാട്ടിൽ മൊത്തം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു ദിവസം ആ മനുഷ്യൻ കുറേ പടമൊക്കെ എന്തോ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയാണ് ആ വ്യക്തി. പക്ഷെ നിങ്ങൾ ഈ ചെയ്തത് കൊണ്ട് അടുത്ത ആസിഫ് അലിയുടെ പടം സൂപ്പർ ഹിറ്റായിരിക്കും. അറിയാത്ത ആൾക്കാർ അറിഞ്ഞ് നിങ്ങൾ ചെയ്ത ഇൻസൾട്ട് ബാക്കിയുള്ളവർക്ക് ആസിഫ് അലിയുടെ അടുത്ത് കുറച്ചും കൂടി ഇഷ്ടം ഉണ്ടാക്കി. സാധാരണക്കാർക്ക് ഒരു ആർട്ടിസ്റ്റിന് അഹങ്കാരം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ഒരു ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നാണ്. നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യാൻ അറിഞ്ഞൂടെങ്കിൽ നിങ്ങൾ ആരും റെസ്പെക്ട് ചെയ്യൂല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ മ്യൂസിക്കൊക്കെ കമ്പോസ് ചെയ്യണമല്ലോ. ഇമോഷനൊക്കെ എല്ലാം ചെയ്യണമല്ലോ. നിങ്ങൾക്ക് ഇമോഷൻ ഇല്ലേ, അതുകൊണ്ടായിരിക്കും തിരിച്ചറിയപ്പെടാത്തത്. മനസ്സിലായി. ആസിഫ് അലി എന്ന് പറഞ്ഞ ആക്ടറിനെ ഒരു ലിമിറ്റിലിട്ട് വെച്ചേക്കുന്നത്. ആ ലിമിറ്റ് അല്ല, പുള്ളിക്ക് ഇനിയും ഉണ്ട്. അതിന് സമയം വരും. കാലചക്രം തിരിഞ്ഞു വരുവണ്ണ അടിച്ച് കിട്ടും. കർമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് തിരിച്ചടിച്ച് കിട്ടും. എനിക്ക് അണ്ണൻ്റെ അടുത്ത് കലിപ്പ് തീരാനില്ല. എനിക്ക് നല്ല കലിപ്പുണ്ട് അണ്ണൻ്റെ അടുത്ത്. എനിക്ക് കുറച്ച് വിളിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ പറ്റൂല. അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ വിളിക്കാം. എന്തായാലും അണ്ണ കൊള്ളാം, പരിപാടിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. രാത്രി 12:30 മണിക്ക് എന്നെ കൊണ്ട് കണ്ടന്റ് ചെയ്യും. എല്ലാവരും യുണൈറ്റഡ് ആയിട്ട് നിന്നിട്ട് അടുത്ത ആസിഫ് അലി പടം നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുകയും ചെയ്യും, പടം ഹിറ്റാക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് നമുക്ക് കൊടുക്കാനുള്ള മറുപടി. നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണും. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ സൂൺ.